ജനവിചാരം ചാനലിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് അങ്കമാലി MLA റോജി എം ജോൺ സാറ്. ഇപ്പൊ NSC പ്രസിഡന്റ് ആയിരുന്ന സമയത്താണോ മത്സരിച്ചത്? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ഞാൻ NSC പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കാനുണ്ടായി. ഡൽഹി NSC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത്, ഡൽഹിയിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് അവിടെ പോലീസ് ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്, ജയിലിൽ ആകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മധ്യപ്രദേശിലൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. പലരും കുപ്പായം തേപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയാകാൻ. അതിനോട് എങ്ങനെയാണ്? നമ്മൾ ഏത് മേഖലയിലായാലും ശരി, നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണം. സംസ്ഥാനത്ത് നമ്മൾ നോക്കിയാൽ സംസ്ഥാനം പ്രധാനമായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ കടക്കണിയിലാണ്. അപ്പോൾ അടുത്ത ഒരു 3ാം ടൈമിലേക്ക് ഇവിടുത്തെ അങ്കമാലിയിലെ സ്ഥാനാർത്ഥി റോജി എം ജോൺ ആയിരിക്കുമോ? നമ്മളൊന്നും പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് പോകാത്ത ആളുകളാണ്. നാളെ പാർട്ടി പറയുകയാണ് റോജി എം ജോൺ ഇവിടെ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ, റോജി എം ജോൺ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണോ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി റോജി എം ജോൺ ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ജനവിചാരം ചാനലിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് അങ്കമാലി MLA റോജി എം ജോൺ സാറ്. വളരെ ചെറുപ്പക്കാരനായ, രാഷ്ട്രീയത്തിൽ വളരെ തിളങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്ക് അതിൽ തന്നെ കേൾക്കാം. റോജി സാർ, ജനവിചാരം ചാനലിലെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് അറിയാനുണ്ട്. ആദ്യമായി എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്. അതായത് നമ്മൾ KSU വഴി NSUവിലൊക്കെ എത്തിയ ആ ഒരു കാലഘട്ടം, അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ. ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഞങ്ങളൊക്കെ ഒരു കുടിയേറ്റ കർഷകരാണ്. മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്നയാളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം തോന്നിയിട്ടുണ്ട്. ഞാൻ വായനാശീലം, അത്യാവശ്യം പത്രം നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ കണ്ണൂർ സ്കൂളുകളിൽ രാഷ്ട്രീയം സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് KSUവിൽ അംഗത്വം എടുത്ത് KSUവിൻ്റെ ഒരു പ്രവർത്തകനായി തുടങ്ങിയതാണ്. ആ സ്കൂൾ ഏതായിരുന്നു? കണ്ണൂർ ജില്ലയിലെ തിരുമേനി ഗവൺമെന്റ് ഹൈസ്കൂളായിരുന്നു. ചെറുപുഴയ്ക്ക് അടുത്താണ് തിരുമേനി എന്ന സ്ഥലം. അവിടെയാണ് ഞാൻ KSUവിൽ പ്രവർത്തിച്ചത്. അങ്ങനെ 8ാം ക്ലാസ്സിൽ ആരംഭിച്ച KSU പ്രവർത്തനമാണ്. പിന്നീട് ഞാൻ അതിനുശേഷം സ്കൂൾ പഠനം കഴിഞ്ഞ് എറണാകുളം തേവര കോളേജിലാണ് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ പഠിക്കാനായിട്ട് എത്തിയത്. അങ്ങനെ തേവര കോളേജിൽ വന്നപ്പോൾ വീണ്ടും KSU പ്രവർത്തനം സജീവമായിട്ട് മുന്നോട്ട് പോയി. തേവര കോളേജിലെ യൂണിയൻ ചെയർമാനായി. അതിനുശേഷം എൻ്റെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പോയി. കാരണം കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ JNUവിൽ ചെന്നപ്പോൾ രാഷ്ട്രീയത്തിന്റെ ഒരു ഇറ്റില്ലമാണ് JNU. അപ്പോൾ JNUവിൽ ഞാൻ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചു. ഞാൻ അവിടെ NSUIയുടെ ഭാഗമായി നിന്ന് ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന്റെ കൗൺസിലറായി വിജയിച്ചു. അവിടെ NSUI എന്ന് വെച്ചാൽ KSU കേരളത്തിന് പുറത്ത് NSUI എന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ NSUIയിലെ, പക്ഷെ JNUവിനെ സംബന്ധിച്ചിടത്തോളം NSUI എന്ന രാഷ്ട്രീയ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് വലിയ സ്വാധീനമൊന്നുമുള്ള ഒരു ക്യാമ്പസ് അല്ല. അത് തീവ്ര ഇടതുപക്ഷ സംഘടനകൾ തമ്മിൽ മത്സരം നടക്കുന്ന അതെ, ആ കാലം തുടങ്ങി. അവിടുത്തെ മത്സരം ലെഫ്റ്റും അൾട്രാ ലെഫ്റ്റും തമ്മിലാണ്. NSUI ഒക്കെ അതിനൊക്കെ ശേഷമാണ് 3-4 സ്ഥാനത്തൊക്കെ നിന്നിരുന്ന ഒരു കാലമായിരുന്നു. അവിടെയാണ് ഞാൻ NSUവിൽ പ്രവർത്തിച്ചു, മത്സരിച്ച് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി വിജയിച്ചു. അത് ഒരു അപൂർവമായിട്ടുണ്ടായ ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വലിയ ഒരു അത്ഭുതമാണ്. JNUവില് SFIയിലും ISIയിലും നിന്ന് വിജയിച്ചിട്ടുള്ള നിരവധി മലയാളികളുണ്ട്. കാരണം സ്വാഭാവികമാണ്, അവിടെ അത്രയേറെ ശക്തിയുള്ള സംഘടനകളാണ്. പക്ഷെ NSUIയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള മലയാളികൾ വളരെ അപൂർവം. മലയാളികൾ എന്നല്ല, NSUവിൽ നിന്ന് ഒരു ആളും തന്നെ ജയിച്ചിട്ടില്ല എന്ന് പറയാൻ, വളരെ അപൂർവമായിട്ടുള്ള ആളുകളെ അവിടെ വിജയിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അത് വിജയം കൈവരിക്കാൻ സാധിച്ചു. അതിനുശേഷം അങ്ങനെ ഡൽഹിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ NSUIന്റെ ദേശീയ നേതൃത്വത്തിലേക്കൊക്കെ കടന്നു വന്നു. NSUIയുടെ ഇലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായി, അതിനുശേഷം വൈസ് പ്രസിഡന്റായി.
പിന്നീട് ഞാൻ തെരഞ്ഞെടുപ്പിലൂടെയാണ് NSU അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുന്നത്. അന്ന് രാഹുൽ ഗാന്ധി, ഏത് വർഷമായിരുന്നു? അത് 2014 2014. ആ സമയത്ത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് NSUയിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയം. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു, NSU ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കണ്ടെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി മുഴുവൻ സംസ്ഥാന പ്രസിഡന്റുമാരും ദേശീയ ഭാരവാഹികളും ഒക്കെ അവർ വോട്ട് ചെയ്ത് അതില് ഭൂരിപക്ഷം കിട്ടിയാണ് ഞാൻ. എനിക്ക് തോന്നുന്നു NICയിലെ തന്നെ ആദ്യത്തെ ഇലക്ഷൻ പ്രോസസ് ആയിരുന്നത്. ആ NICU ഈ പ്രസിഡന്റ് ആയതിനു ശേഷം ഉള്ള ആ ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിൽ, കാരണം സാറ് NICയിലോട്ട് വരുമ്പോൾ വളരെ ചെറുപ്പമാണ്, എനിക്ക് തോന്നുന്നൊരു 20-22 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ അല്ലേ? അത്ര അല്ല, എനിക്ക് ആ സമയത്ത് വരുമ്പോൾ 28-30 വയസ്സുണ്ട്. NSUയിൽ വരുന്ന സമയത്ത് ചെറിയ പ്രായമാണ്. ഞാൻ NSU പ്രസിഡന്റ് ആയ സമയമാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞുള്ള ആ ഇന്റർനാഷണൽ കോൺഗ്രസിലേക്ക് ആ ഉള്ളൊരു വലിയ എൻട്രി ആണല്ലോ, വലിയ നേതാക്കൾക്കിടയിലേക്ക് കയറി ചെല്ലുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആരൊക്കെയായിരുന്നു പ്രോപ്പറായ ഒരു ഗൈഡ്ലൈൻസ് തന്നതും ഇവിടെ കൂടത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ? അല്ല, ഞാൻ NSU പ്രസിഡന്റ് എന്ന നിലയിൽ ഡൽഹിയില് NSU പ്രസിഡന്റ് ആവുന്നതിന് മുമ്പും ദേശീയ ഭാരവാഹി എന്ന നിലയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഞാൻ രാജ്യത്തെമ്പാടും പോയി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ബഹുഭൂരിപക്ഷം ജില്ലകളിൽ പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ച അവസരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാജ്യത്തെമ്പാടും ഉള്ള ഓരോ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതൃത്വവും അതുപോലെയുള്ള ആളുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാനുള്ള അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ സമയത്തൊക്കെ രാഹുൽ ഗാന്ധിയാണ് യൂത്ത് കോൺഗ്രസിന്റെയും NSUയുടെയും ഒക്കെ ചുമതല വഹിക്കുന്നത്. മേൽനോട്ടം അദ്ദേഹത്തിനായിരുന്നു. അന്ന് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കാനുള്ള അവസരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നീട് കേരളത്തിൽ ഞാൻ 2016 ഇലക്ഷൻ മത്സരിച്ച് MLA വരുന്നത്. അപ്പോൾ ആ സമയത്തുമൊക്കെ നമ്മൾ സ്വാഭാവികമായും നമ്മൾ ഒരു പാർട്ടിയുടെ പ്രവർത്തനം എന്ന നിലയിൽ NSUയുടെ ദേശീയ ഭാരവാഹിയൊക്കെ എന്ന നിലയിൽ കേരളത്തിലെ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ആ കാലത്ത് നല്ല അടുപ്പമുണ്ട്. അങ്ങനെയാണ്. ഇപ്പൊ NSU പ്രസിഡന്റ് ആയിരുന്ന സമയത്താണോ മത്സരിച്ചത്? ഞാൻ NSU പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യം 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ഞാൻ NSU പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ് ഉണ്ടായത്. എന്നോട് കുറച്ചുനാളും കൂടെ തുടരാൻ എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഞാൻ MLA ആയി വിജയിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി അത് നമുക്ക് രണ്ടും കൂടെ കൊണ്ടു നടക്കാൻ പ്രയാസമായിരിക്കും. കാരണം ഇതൊരു മുഴുവൻ സമയം ഉത്തരവാദിത്തമാണ്. NSU പ്രസിഡന്റ് ആയിരിക്കുക എന്ന് പറയുന്നതും ഒരു മുഴുവൻ സമയം ഉത്തരവാദിത്തമാണ്. രാജ്യത്തെമ്പാടും പോയി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാ സ്റ്റേറ്റിലും പോകണം. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രായോഗികമായിട്ട് പറ്റില്ല എന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം നമുക്ക് ഒരു ഉത്തരവാദിത്തം നമ്മൾക്ക് ഏൽപ്പിച്ചാൽ നമുക്കത് നിർവഹിക്കാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മളത് ഒഴിഞ്ഞടുത്ത ആൾക്കാർ ചുമതല കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ തന്നെ രാഹുൽജിയെ തന്നെ നേരിട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, രണ്ടും കൂടെ കൊണ്ട് നടക്കാൻ പ്രയാസമായിരിക്കും, എന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു റീപ്ലേസ്മെന്റ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത ആളെ നിയമിച്ചു. ഞാൻ ചുമതല ഒഴിഞ്ഞ് പിന്നെ മുഴുവൻ സമയം MLA എന്ന നിലയിൽ ഫോക്കസ് ചെയ്യായിരുന്നു. ആ JNUവിലെ പഠനകാലത്ത്, JNU എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ നഴ്സറിയാണ്. അവിടുന്ന് ഒരുപാട് നേതാക്കൾ പുറത്തേക്ക് വരുന്ന ഒരു ക്യാമ്പസ് ആണത്. അപ്പൊ ആ സമകാലികരായി പഠിച്ച ആരെങ്കിലും ഒക്കെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടോ? രാഷ്ട്രീയത്തില് പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. JNUവിൽ നിന്ന് പ്രവർത്തിച്ചവരുണ്ട്. JNUവിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് NSUയുടെ ഭാഗമായി ഞാൻ ദേശീയ തലത്തിൽ നിൽക്കുമ്പോൾ എന്നോടൊപ്പം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളുകള് അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹികളായിരുന്ന ആളുകൾ, ദേശീയ ഭാരവാഹികളായിരുന്ന ആളുകളൊക്കെ ഇന്ന് പല സംസ്ഥാനങ്ങളിലും അവര് MLAമാരും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശ്രീ നാസിർ ഹുസൈൻ, അദ്ദേഹം MP ആണ്, രാജ്യസഭ MP ആണ് കർണാടകയിൽ നിന്നുള്ള. അദ്ദേഹം നേരത്തെ JNUവിൽ പഠിച്ചിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ഈ നമ്മുടെ കനയ്യകുമാറൊക്കെ സാറിനെങ്കിലും ഒത്തിരി ജൂനിയർ ആണല്ലേ? കനയ്യകുമാറൊക്കെ എന്നേക്കാൾ ജൂനിയർ ആയിരുന്നു JNUവിൽ. JNUവിൽ ആ സമയത്ത് പുള്ളി കട്ടർ ഇതിന്റെ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. അദ്ദേഹം CPIയുടെ ഭാഗമായി AIFൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. AISFന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം JNU SU പ്രസിഡന്റ് ഒക്കെ ആയത്.
അപ്പോൾ അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ നമ്മള് സാറ് പറഞ്ഞു 2016 ഇവിടെ നിയമസഭയിലേക്ക് മത്സരിച്ചും ജയിച്ചത്. കേരളത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഡൽഹി ജീവിതം കൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ എത്ര കണ്ട് പ്രയോജനപ്പെട്ടു സാർ? അല്ല, ഡൽഹിയിലെ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയവും ഒക്കെ വ്യത്യസ്തമാണ്. ഇപ്പൊ ഡൽഹിയിലെ രാഷ്ട്രീയം വെച്ച് നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പം കേരളത്തിന് പുറത്ത് നമ്മൾ പ്രധാനമായിട്ടും BJP-യുമായിട്ടാണ് നേരിട്ടുള്ള നമ്മുടെ ഫൈറ്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ വരുമ്പോൾ നമ്മളത് ഇടതുപക്ഷവുമായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ പോരാട്ടം, തെരഞ്ഞെടുപ്പ് പോരാട്ടമൊക്കെ നടക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഡൽഹി NSC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത്, ഡൽഹിയിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് അവിടെ പോലീസ് ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്, ജയിലിലാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മധ്യപ്രദേശിലൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോ ഇൻഡോറില് അവിടെ ഒരു സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് ഓരോ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയം വ്യത്യസ്തമാണ്, വിദ്യാർത്ഥി രാഷ്ട്രീയം വ്യത്യസ്തമാണ്. ഇപ്പോ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഡൽഹിയിലും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് യൂണിവേഴ്സിറ്റി പ്രസിഡന്റിനെ നേരിട്ട് വോട്ടെടുത്ത് ജയിപ്പിക്കുകയാണ്. ഇപ്പൊ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇവിടെ എങ്ങനെയാണ്, നമ്മൾ കൗൺസിലർമാർ കോളേജുകളിൽ നിന്ന് വിജയിച്ച കൗൺസിലർമാരാണ് വോട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ രാജ്യത്തെ പല യൂണിവേഴ്സിറ്റികളിലും അവിടെ വിദ്യാർത്ഥികൾ നേരിട്ട് വോട്ട് ചെയ്യണം. കോമൺ ആയ സ്ഥാനാർത്ഥികളാണ്, ഒറ്റ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് വിദ്യാർത്ഥികൾ ഡയറക്റ്റ് വോട്ടിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ, ഒരു അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഒരു രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെയാണ്. ഡൽഹിയിലെ ഇലക്ഷൻ പൊതുവെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രോസസ്സാണ്. ആ ഒരു സമയം അവിടെ നടക്കുന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെ ഞാനൊരു 10-30 വർഷം അറിയാലോ. ഡൽഹി, അതാ ഞാൻ പറഞ്ഞത്, ഡൽഹിയിൽ ആ സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോലത്തെ ഒരു പ്രതീതിയായിരിക്കും ഡൽഹി മൊത്തം, ശരിക്കും ഡൽഹി മുഴുവനും. കാരണം സ്ഥാനാർത്ഥികളുടെ മുഴുവൻ പോസ്റ്ററും അങ്ങനെയൊക്കെ ആയിട്ടാ ലിങ്ക കമ്മീഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോ കുറെ മാറ്റമൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെയായിരുന്നു അത്. അല്ലെങ്കിൽ എന്നാലും മറ്റേ നോർത്ത് ക്യാമ്പസിലാണ് മെയിൻ ആയിട്ടുള്ള ഫൈറ്റുകൾ നടക്കുന്നത് മുഴുവൻ. നോർത്ത് ക്യാമ്പസില്, പിന്നെ സൗത്തിൽ പൊതുവെ കുറവാണ്. നോർത്തിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൗത്തിൽ പൊതുവെ കുറവാണ്. ഇനി നമ്മൾ ഇവിടെ അങ്കമാലിയിലോട്ട് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് 7 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയാണ്. 8 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി. ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് പറയാം. കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് സാറിന്റെ ഈ ഒരു മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ ജനങ്ങളുമായുള്ള ഒരു, സാർ ഇവിടെ നിന്ന് പുറത്തു വന്ന ഒരാളാണ്. ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് സാറിനെ സപ്പോർട്ട് ചെയ്തത്? ഏതൊക്കെ രീതിയിൽ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു? ഞാൻ 2016 അങ്കമാലി ഇലക്ഷൻ മത്സരിക്കുന്നത്. അതിനും ഒരു 5-6 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2010 ഞാൻ അങ്കമാലിക്ക് അടുത്ത് കുറുമശ്ശേരിയിൽ വന്ന് സ്ഥിരതാമസമാക്കുന്നത്. അത് എറണാകുളത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എറണാകുളത്ത് ഞാൻ പഠിച്ചു 5 വർഷം എറണാകുളത്ത് തേവര കോളേജിലെ രാഷ്ട്രീയവും ഒക്കെ ആയി നടന്ന് ഞാനൊരു സ്വാഭാവികമായ ഒരു എറണാകുളംകാരനായി മാറി. പിന്നീട് നമുക്ക് തിരിച്ചു പോകാൻ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു എറണാകുളംകാരനായി മാറി. പിന്നീട് ഡൽഹിയിലായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് എറണാകുളവുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ് നമുക്ക് സൗകര്യങ്ങളൊക്കെ നോക്കി കുടുംബം 2010 ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി ഈ കുറുമശ്ശേരിക്ക് അടുത്ത അയിരൂർ വന്ന് താമസമാക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് സജീവമൊന്നും ആയിരുന്നില്ല. ഞാൻ NSU-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിലൊക്കെ നിന്നിരുന്ന ഒരാളാണ്. എന്നാലും ഇവിടെ പാർട്ടി നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരു പരിചയമായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം പ്രവർത്തകരുമൊക്കെ ആയിട്ടുള്ള ഒരു പരിചയം, ആ നിലയ്ക്ക് പാർട്ടി തലത്തിലുള്ള പരിചയമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പൊതുസമൂഹത്തിലേക്ക് നമുക്ക് അത്ര ഒരു പരിചിതനായിരുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ 2016 ഇവിടെ 10 വർഷമായിട്ട് LDF-ന്റെ കയ്യിലിരുന്ന ഒരു സീറ്റായിരുന്നു അങ്കമാലി. അപ്പോ പാർട്ടി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എനിക്കൊരു അവസരം നൽകി. ഞാൻ ആ സ്ഥാനാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്കമാലിയിലെ ജനങ്ങള് എന്നെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത് ഇവിടെ കോൺഗ്രസിനും UDF-നും എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്നതിനേക്കാൾ ഉപരിയായി ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും UDF-നും ഒക്കെ കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരെ അതിനകത്ത്, അതെ, എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം അതിലുണ്ടായിരുന്നു. അങ്ങനെ വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ ഒന്നുമല്ലാതിരുന്ന എന്നെ അങ്കമാലിയിലെ ജനങ്ങള്, അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരും ഒക്കെ നമ്മളെ വിജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും ജനങ്ങൾ നമുക്ക് നൽകിയ ഒരു സ്നേഹമുണ്ട്, ഒരു പിന്തുണയുണ്ട്. ആ സ്നേഹവും പിന്തുണയും ഒക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ 10 വർഷം ശ്രമിച്ചിട്ടുള്ളത്.
16 മത്സരിക്കുമ്പോൾ ഞാൻ ഏകദേശം 9,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതിനുശേഷം വീണ്ടും 2021 മത്സരിച്ചപ്പോൾ അത് ഏകദേശം 16,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം, ഏകദേശം ഡബിൾ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ജനങ്ങൾ നമുക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ്. അതിന്റെ കാര്യം അത് നമ്മൾ അവരോടൊപ്പം നിൽക്കും. ഞാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം, ഞാൻ അതുപോലെ തന്നെ ഇപ്പം പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ജയിച്ചു വന്ന സമയമാണല്ലോ, ഞാൻ അവരോടൊക്കെ ഓരോ പഞ്ചായത്തിൽ പോകുമ്പോഴും ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള പാർട്ടിയും നമ്മുടേതായിട്ടുള്ള സംഘടനാ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ ലെവലിലാണ് നമ്മൾ മത്സരിക്കുന്നത്. പക്ഷെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്തവരുടെയും നമുക്ക് വോട്ട് ചെയ്യാത്തവരുടെയും പ്രതിനിധിയാണ്, അവരുടെ എല്ലാവരുടെയും ഒരു ജനപ്രതിനിധിയാണ്. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് ഓരോ ആവശ്യങ്ങളുമായിട്ട് വരുന്ന ആളുകളുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് നിങ്ങൾക്ക് എന്റെ ഓഫീസിൽ വന്ന് രാവിലെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ല എന്റെ വീട്ടിൽ വന്ന് നോക്കിയാൽ മനസ്സിലാവും, നിരവധി ആളുകൾ ഓരോ ആവശ്യങ്ങളായിട്ട് വരും. അപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ ഞാൻ ആരുടെയും ശുപാർശയും കൊണ്ട് വരണമെന്ന് ഞാൻ പറയാറില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഞാൻ പറയാറില്ല. എന്നെ ചില ആളുകൾ വിളിക്കും, സാറേ ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്. ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങളിപ്പോ ആരെ കൂട്ടിക്കൊണ്ട് വന്നാലും, നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തിരിക്കും. നമുക്ക് പറ്റാത്തൊരു കാര്യം ഇനി 10 ആളെ കൂട്ടിക്കൊണ്ട് വന്നാലും നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ നിലയ്ക്ക് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങളിൽ നമുക്ക് സാധ്യമായ ഇടപെടലുകൾ നടത്തി പോവുക. പിന്നെ എല്ലാവരെയും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നമുക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അതൊരു തടസ്സമാവാൻ പാടില്ല, അല്ലെങ്കിൽ അതൊരു മാനദണ്ഡമാവാൻ പാടില്ല. നമ്മൾ അതിനെല്ലാം അപ്പുറത്ത് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് പോവുക എന്നുള്ളൊരു സമീപനമാണ് ഞാൻ ഇക്കാലം അത്രയും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാണ് എൻ്റെ വിശ്വാസം. അതാരും അല്ലാന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ നിലയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ. ഇനി ഒരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. പൊളിറ്റിക്കൽ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇടതുപക്ഷം 2 വർഷം ഭരിച്ചു കഴിഞ്ഞു, 3ാമത്തെ ടേമിന് വേണ്ടി അവർ ഉള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരിതാണ്, കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകൾ തന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കും. അതായത് AI അല്ലെങ്കിൽ പുതുതായി ഡെവലപ്പായ ചില ഗ്രൂപ്പുകൾ, അങ്ങനെ ഒരു സാഹചര്യം ഒന്ന് പാർട്ടിക്കകത്തുണ്ടോ? ഇല്ല, അങ്ങനെ കോൺഗ്രസിൽ വളരെ തീവ്രമായിട്ടുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം നിലനിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പാർട്ടി തന്നെ AI അതുപോലെ അല്ലെങ്കിൽ 3ാം ഗ്രൂപ്പ് എന്നൊക്കെ നിലയിൽ ഇങ്ങനെ വേർട്ടിക്കലായിട്ട് എന്താ പറയുന്നത്, ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡഡ് ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് ചില സമയത്തൊക്കെ അതിന്റെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി ദോഷവും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ പരിശോധിച്ചാൽ ആ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി, അതൊക്കെ ഒരു പരിധി വരെ അതൊക്കെ ഡിഫ്യൂസ്ഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും കോൺഗ്രസ് എന്നൊരു വികാരത്തിലേക്ക് വരാനായിട്ട് കഴിയും. അങ്ങനെ കോൺഗ്രസ് എന്നൊരു വികാരത്തിലേക്ക് വരാൻ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ തയ്യാറായപ്പോഴാണ് നമുക്ക് നല്ല വിജയങ്ങൾ ഉണ്ടായത്. നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് പലപ്പോഴും പരാജയം സംഭവിക്കുന്നതിന്റെ കാരണം ഈ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ഭിന്നിപ്പുകളായിരുന്നു. ആ പ്രാദേശികമായിട്ടുള്ള മേൽഘടകം മുതൽ പ്രാദേശികമായിട്ടുള്ള താഴെ തട്ടിൽ വരെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്നൊരു വികാരത്തിലേക്ക് എല്ലാവരും വന്നതിന്റെ സൂചനയാണ് നമുക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം കൈവരിക്കാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ പഴയ ഗ്രൂപ്പ് പൊളിറ്റിക്സിന്റെ ഒക്കെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മളെല്ലാവരോടും പറയാറുണ്ട്, അങ്ങനെ ഒരു ഗ്രൂപ്പ് നോക്കിയൊന്നും ഇന്നത്തെ കാലത്തൊന്നും നിൽക്കാൻ പറ്റില്ല, പാർട്ടിയാണ് വലുത്. അപ്പൊ ആ നിലയ്ക്ക് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ അത് അംഗീകരിക്കും, പാർട്ടി പ്രവർത്തകർ അത് അംഗീകരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഐക്യത്തോട് കൂടിയിട്ട് അതാണല്ലോ UDF. ഇപ്പൊ ഞങ്ങൾ എപ്പോഴും പറയുന്നത് ടീം UDF എന്ന് പറയുന്നത്, പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നുണ്ട് ടീം UDF ഇതൊരു ടീമാണ്, ടീം വർക്കാണ്. ആ ടീം വർക്കായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുന്നത്. ആ ടീം വർക്കിനെ ഇന്ന് കേരളത്തിലെ ജനങ്ങള് നിരീക്ഷിക്കുന്നുണ്ട്, ജനങ്ങള് അതിന് അംഗീകരിക്കുന്നുണ്ട്, അതിന് സ്വീകാര്യതയുണ്ട്. ആ ടീം വർക്കിന്റെ വിജയം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇപ്പോൾ അതുപോലെ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഇതാണ്, പലരും കുപ്പായം തേപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയാകാൻ. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇല്ല, നമുക്ക് ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ അർഹതയുള്ള അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ടാവും.
അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് രാഷ്ട്രീയ പ്രവർത്തകനായാലും ശരി, നമ്മൾ ഏത് മേഖലയിലായാലും ശരി, നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണം. നമ്മൾക്ക് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പൊ നിങ്ങളൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് അതിലേറ്റവും മികച്ച തലത്തിലേക്ക് ഉയർന്നു വരണമെന്ന ആഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഏത് ഫീൽഡിലും ഇപ്പൊ അക്കാഡമിക്സിൽ പ്രവർത്തിച്ചാലും അക്കാഡമിക്സിൽ ഏറ്റവും മികച്ചതായി വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും അല്ലെ. ഇപ്പൊ അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ ആഗ്രഹമായിരിക്കും ഒരു വൈസ് ചാൻസലറായി വരണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലെ. പക്ഷെ എത്രയോ ആളുകളുണ്ട്, എല്ലാവർക്കും സാധിക്കില്ല. എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവർക്ക് MLA ആവണമെന്ന് ആഗ്രഹിക്കാം, പഞ്ചായത്ത് മെമ്പർ ആവണമെന്ന് ആഗ്രഹിക്കാം, MP ആവണമെന്ന് ആഗ്രഹിക്കാം, മന്ത്രിയാവാം, മുഖ്യമന്ത്രിയാവാം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ആഗ്രഹങ്ങളുള്ളവരും അതിന് യോഗ്യരായിട്ടുള്ളതുമായ നിരവധി ആളുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചാണ്. മുഖ്യമന്ത്രിയാവാൻ യോഗ്യരായിട്ടുള്ള നിരവധി ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും അത് അത്ര ആളുകൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രിമാരാവാൻ യോഗ്യരായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു അംഗീകാരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു കരുത്തോ ആയിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അതിനെ പാർട്ടിയുടെ ഒരു വീക്ക്നെസ് ആയിട്ട് ആരും കാണേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിനെ പാർട്ടിയുടെ ഒരു കരുത്തായിട്ട് കാണുന്നു. ഒരു പ്ലസ് പോയിന്റ് ആണ്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം നമുക്ക് ആ ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു നടപടിക്രമമുണ്ട്. പാർട്ടിയുടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ പാർട്ടിയുടെ സിസ്റ്റം അനുസരിച്ചിട്ട് MLA-മാരുടെ അഭിപ്രായം, സംസ്ഥാനത്തെ പൊതുവായ സാഹചര്യം, അതെല്ലാം പരിശോധിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം അതിനകത്തൊരു തീരുമാനമെടുക്കും. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ LDF-ന്റെ ഭരണത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ, അതിനെ വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ വിലയിരുത്തുക? ഇല്ല, ഭരണം കഴിഞ്ഞ 10 വർഷം നമുക്ക് എടുത്തു പറയത്തക്കതായിട്ടൊന്നും കാണാനില്ല. സംസ്ഥാനത്ത് നമ്മൾ നോക്കിയാൽ സംസ്ഥാനം പ്രധാനമായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ കടക്കണിയിലാണ്. ഏതാണ്ട് 6 ലക്ഷം കോടിയുടെ കടത്തിലേക്ക് സംസ്ഥാനം എത്തിയെന്ന് പറയുമ്പോൾ ജനങ്ങൾ പലരും വിചാരിക്കും ആ സംസ്ഥാന സർക്കാരിന് 6 ലക്ഷത്തിന്റെ കടമുണ്ടായത് കൊണ്ട് എന്റെ വീട് ജപ്തി ചെയ്യാൻ ആരും വരില്ലല്ലോ എന്നാണ് ആളുകൾ വിചാരിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇത് ഞാനും നിങ്ങളും അറിയാതെ നമ്മളെ ഓരോരുത്തരെയും ഓരോ ദിവസവും സർക്കാർ ജപ്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ചാർജ് നിരവധി തവണ വർദ്ധിക്കുന്നു, വെള്ളക്കരം വർദ്ധിക്കുന്നു, വീട്ടുകരം വർദ്ധിക്കുന്നു, കെട്ടിട നികുതി വർദ്ധിക്കുന്നു, പെർമിറ്റ് ഫീസ് വർദ്ധിക്കുന്നു, പെട്രോളിന്റെയും ഡീസലിന്റെയും വില കേന്ദ്ര സർക്കാർ ആഴ്ചയിൽ കൂട്ടുന്നുണ്ട്. അത് കൂടാതെ സംസ്ഥാനത്ത് വീണ്ടും 2 രൂപ അധികമായിട്ട് നമ്മൾ സെസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ്. അപ്പൊ അങ്ങനെ ഒരർത്ഥത്തിൽ പരിശോധിച്ചാൽ നമ്മൾ അറിയാതെ നമ്മളെ ഓരോ ദിവസവും ജപ്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ നമുക്ക് ഇതനുസരിച്ച് ഇങ്ങനെ വില കയറുന്നതിനനുസരിച്ച് എന്നാൽ അതിന് ആനുപാതികമായി ജനങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോ UDF ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പൊ നമ്മൾ എറണാകുളം ജില്ലയിലാണല്ലോ. ഇപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ 5 വർഷത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ നമുക്ക് കൊച്ചി മെട്രോ നമുക്ക് എടുത്തു കാണിക്കാനായിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ വന്നത് ആ കാലഘട്ടത്തിലാണ്. അങ്ങനെ നിരവധി പദ്ധതികൾ നമുക്ക് എറണാകുളത്ത് തന്നെ എടുത്തു കാണിക്കാൻ പറ്റും. ഇപ്പോ UDF ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു 10 വർഷമായി. എറണാകുളം ജില്ലയിൽ ഈ 10 വർഷത്തിൽ എടുത്തു പറയത്തക്കതായിട്ട് എന്ത് ഒരു പ്രോജക്റ്റാണ് LDF ഗവൺമെന്റിന്റെ കാലത്തുണ്ടായത്? ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ജില്ലയാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ജില്ലയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള പല കാര്യങ്ങളും ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ റൊട്ടീനായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്കിവിടെ ഇപ്പൊ ആളുകൾ വല്ലതും പറയുന്നുണ്ട്. ഇപ്പൊ അങ്കമാലി ബൈപ്പാസിന്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ അങ്കമാലി ബൈപ്പാസ് മാത്രം നടന്നിട്ടില്ല. അങ്കമാലി ബൈപ്പാസ് മാത്രമാണോ? അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്, സീപോർട്ട് എയർപോർട്ട് റോഡ്, പിന്നെ മൂവാറ്റുപുഴ ബൈപ്പാസ്, പിറവം ബൈപ്പാസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പദ്ധതികളും ഇതൊന്നും നടന്നിട്ടില്ല. എത്രയോ വർഷമായി നമ്മൾ കേൾക്കുകയാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. ഒരു 13 വർഷം കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കാണ്. എന്നിട്ട് ഇവര് പറയുന്നത് കിഫ്ബിയിൽ പണം അനുവദിച്ചു എന്ന് പറയുന്നത്. പറയുമ്പോൾ എല്ലാവരും പറയും കിഫ്ബി പണം അനുവദിച്ചു. ഇതെല്ലാം ഈ പത്രത്തിലുണ്ട്, പാത്രത്തിലില്ല എന്ന് പറഞ്ഞ പോലെയാണ്. പ്രഖ്യാപനങ്ങളാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞു ശബരി പദ്ധതിക്ക് കിഫ്ബി പണം അനുവദിക്കുന്നത്. ഇതേ പ്രഖ്യാപനം, അതായത് ശബരി റെയിൽ പദ്ധതിയുടെ
പകുതി തുക സംസ്ഥാനം കിഫ്ബി വഴി കിഫ്ബി മുഖാന്തരം നൽകും എന്ന് കഴിഞ്ഞ മാസം, അതായത് 2 ആഴ്ച മുമ്പ് സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ തീരുമാനം കൈക്കൊണ്ടു. നിങ്ങൾക്കൊരു രസം അറിയാമോ? 2021 ജനുവരി 6-ാം തീയതി, കൃത്യം ഡേറ്റ് ഞാനിത് എൻ്റെ ഫയലെടുത്ത് വെച്ചിട്ടുണ്ട്. 2021 ജനുവരി 6 എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ഇതേ തീരുമാനം അന്നത്തെ മന്ത്രിസഭ എടുത്തു വച്ചിട്ടുണ്ട്. അതായത് ശബരിപാതയുടെ പകുതി പണം കിഫ്ബി വഴി കൊടുക്കും. അന്ന് പദ്ധതി ചെലവ് 2800 കോടിയാണ്. അന്ന് 2800 കോടിയുടെ പകുതി കൊടുക്കുന്നു. വീണ്ടും ഇവർ അധികാരത്തിൽ വന്നു. 1 രൂപ കിഫ്ബി കൊടുത്തോ? 1 സെന്റ് ഭൂമി എടുത്തോ? എടുത്തില്ല. പദ്ധതിയുടെ അനുമതിയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നീട് വീണ്ടും ഇപ്പോ 5 വർഷം കഴിഞ്ഞപ്പോൾ, അന്ന് ജനുവരി 6-നായിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഏതാണ്ട് ജനുവരി, എനിക്ക് തോന്നുന്നു 20-25 കണ്ടാണ് ആ തീരുമാനം എടുത്തത്. പകുതി പണം കൊടുക്കും. അന്നത്തെ 2800 കോടിയുടെ പദ്ധതി ഇന്ന് 3800 കോടിയായി. 30% കൂടി, ഏതാണ്ട് 1000 കോടി വർദ്ധിച്ചു. എന്നിട്ട് പറയാണ് ഞങ്ങൾ പകുതി കൊടുക്കുന്നത്. പിന്നെ എന്തെല്ലാം പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. ഇത്തരത്തില് നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാലോ, പ്ലാന്റേഷൻ മേഖല പൂർണ്ണമായിട്ടും തകർന്നു. ഞാൻ നമ്മുടെ ജില്ലയിലെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഈ അയ്യമ്പുഴ കാലടി പ്ലാന്റേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ബാംബു കോർപ്പറേഷൻ, ഞാൻ പറയാ, താഴ് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് കൂട്ടാത്താണ്. ബാംബു കോർപ്പറേഷന്റെ കയ്യിൽ താഴ് മേടിക്കാനുള്ള കാശ് സർക്കാരിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അതിന് പൂട്ട് വീഴാത്തത്. ആ നിലയിൽ ബാംബു കോർപ്പറേഷനെ തകർത്തു. ഇവിടെ ഉണ്ടായിരുന്ന ഈ നമ്മുടെ ടെൽക്ക് നഷ്ടത്തിലായി. ടെൽക്ക് പോലെയൊക്കെ നമുക്ക് അങ്കമാലിക്ക് അഭിമാനപരമായിട്ടുള്ള സ്ഥാപനമായിരുന്നു, അതിന്ന് നഷ്ടത്തിലാണ്. അവിടെ ജീവനക്കാരുടെ ശമ്പളം പോലും കൃത്യമായിട്ട് അത് പുതുക്കാൻ, അതിന്റെ ശമ്പള കരാർ, അടുത്തൊരു ശമ്പള കരാറിനെ പോലും ഡിസ്കഷൻ നടത്താനായിട്ട് സാധിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ ആ നിലയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ, അതുകൊണ്ടാണ് ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഇപ്പോൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഒരു മാറ്റം വേണമെന്ന് പറയുന്നത്. ആ മാറ്റം ഉണ്ടാവും. പിന്നെ ഞാൻ ആക്ച്വലി ഒരു സ്പോർട്സ് മേഖലയിൽ വളരെയധികം പ്രവർത്തിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഏകദേശം ഞാനൊരു 50,000 കിലോമീറ്റർ കേരളത്തിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഗ്രാസ് റൂട്ട് ഫുട്ബോൾ പ്രൊമോട്ട് ചെയ്യാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ രണ്ടുപേരോട് യാത്രയാണ്. ഇപ്പം ഞാൻ 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, കേരളത്തിൽ 5000 കോടി രൂപയുടെ ബഡ്ജറ്റ് പ്രവർത്തനങ്ങൾ സ്പോർട്സ് മേഖലയിൽ നടന്നു എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, അത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം വ്യത്യസ്ത സ്ഥലങ്ങളിൽ, അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ ഒരു ഡൗട്ട്, ഒറീസ സംസ്ഥാനത്ത് ഭുവനേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 1600 കോടി രൂപ മുടക്കി ഒരു സ്പോർട്സ് കോംപ്ലക്സ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോക്കി വേൾഡ് കപ്പ് സഹിതം അവിടെയാണ് നടന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ഒരു സാറിന് അറിയാലോ, ഒരു വേൾഡ് കപ്പ് നടത്താനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഇത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഇത് നടത്താൻ ഒരു 1600 കോടി രൂപ എങ്ങാണ്ടാണ് അവിടെ ചിലവായെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ 5000 രൂപ മുടക്കിയിട്ട് പോലും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം പോലും കേരളത്തിൽ എവിടെയും കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് പണിതായിട്ട് എനിക്കറിയില്ല. കാരണം ഞാൻ ഇത്ര അധികം യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാൻ? അല്ല, 5000 കോടിയുടെ വികസനം കായിക മേഖലയിൽ നടത്തിയെന്ന് അദ്ദേഹം മാത്രമേ പറയാൻ സാധ്യതയുള്ളൂ. വേറെ ആരും പറഞ്ഞ് ഞാൻ കാണുന്നില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ അത് ഇവിടെ കാണേണ്ട എവിടെയില്ല. താങ്കൾ പറഞ്ഞ പോലെ താങ്കൾ മുഴുവൻ ജില്ലയിലും എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യുന്ന ഒരാളാണ്. അത്തരത്തില് ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ കൊച്ചിയില് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പണിതത് UDF ഗവൺമെന്റിന്റെ കാലത്താണ്. ഇന്ന് അതിനെപ്പറ്റി ഒരു മീറ്റിംഗ് ആയിരുന്നു. 30 വർഷമായി. അതുപോലെ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പണിയുന്നത് UDF ഗവൺമെന്റിന്റെ കാലത്താണ്. നമുക്ക് ഇപ്പം കായിക മേഖലയിൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റേഡിയം ഈ 10 വർഷത്തിനിടയിൽ കേരളത്തില് നമുക്ക് പറയാനായിട്ടുള്ള എവിടെയില്ല. അതല്ലേ എവിടെയില്ല. പിന്നെ ഞാനതാ പറഞ്ഞേ, ഇപ്പോ കേരളത്തിൽ മുഴുവൻ ബോർഡുകൾ ഇരിക്കുന്നുണ്ട്. CPM-ന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ബോർഡുകൾ. അവിടെ 5000 കോടി, ഇവിടെ 10000 കോടി. ഇങ്ങനെ ഞാൻ പറയല്ലോ, പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. അത് ഒരു തരം നരേന്ദ്രമോദി സ്റ്റൈലാണ്. അതായത് ഞങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ, നമ്മൾ രാഷ്ട്രീയം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വളരെ നല്ല PR വർക്കാണ്. ആ PR വർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരാള് പ്രധാനമന്ത്രിയാണ്.
അതായത് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി ഓരോ കാര്യങ്ങൾക്കും കൊടുത്തുകൊണ്ട് വലിയ എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുക. ആ മോഡൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരാണ് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ്. അവിടെ വലിയ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണത്തിനൊന്നും ഒരു കുറവുമില്ല, പ്രഖ്യാപനങ്ങൾക്ക് ഒരു കുറവുമില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇതൊന്നും നടക്കുന്നത്? ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന് ഇതേ പ്രശ്നം, അതായത് ശബരിയുടെ കാര്യം പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ പറഞ്ഞത്, അതായത് ദേശീയപാത പദ്ധതികളെല്ലാം കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു സമീപനം, ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ 50% സംസ്ഥാനം വഹിക്കണം. ഭൂമിയാണ്, അതായത് ഒരു ഹൈവേ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ 2 കോസ്റ്റാണ് വരുന്നത്. ഒന്ന് ലാൻഡ് അക്വിസിഷന്റെ കോസ്റ്റ്, 2 കൺസ്ട്രക്ഷൻ നിർമ്മാണത്തിന്റെ കോസ്റ്റ്. അതില് ലാൻഡ് അക്വിസിഷന്റെ കോസ്റ്റിന്റെ പകുതി എന്ന് വെച്ചാൽ മൊത്തം കോസ്റ്റിന്റെ ഏതാണ്ട് 1/3 വരും. അത് സ്റ്റേറ്റ് വഹിക്കണം എന്നാണല്ലോ പറയുന്നത്. നമ്മുടെ എറണാകുളത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്കമാലിയിൽ ബ്ലോക്ക്, ആലുവയിൽ ബ്ലോക്ക്, കളമശ്ശേരിയിൽ ബ്ലോക്ക്, കളമശ്ശേരി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് ബ്ലോക്ക്. ഇതിനൊരു മോശം കിട്ടണമെങ്കിൽ നമുക്ക് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാണ്. ഈ പദ്ധതി ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് 7 വർഷം കഴിഞ്ഞു, 7-8 വർഷത്തോളമായി. അന്ന് തുടങ്ങി കേന്ദ്രം ആവശ്യപ്പെട്ടു ഇതിന്റെ പകുതി കൊടുക്കണം എന്ന് പറഞ്ഞു. സംസ്ഥാനം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ ഖജനാവിലെ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ജില്ലയാണ് എറണാകുളം. ഈ ലാൻഡ് അക്വിസിഷന്റെ പകുതി കൊടുക്കാൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു നിർദ്ദേശം വെച്ചു. അതായത് ഇതിന്റെ നിർമ്മാണം നടക്കുമ്പോൾ അതിന്റെ കല്ലും മണലും സിമെന്റും ഒക്കെ വകയിൽ അതിൽ സംസ്ഥാനത്തിന് കിട്ടാവുന്ന വരുമാനമുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ GSTയും റോയൽറ്റിയും അത് ഏതാണ്ട് 450 കോടി രൂപ വരും. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന് 450 കോടി രൂപ സംസ്ഥാനം കൊടുക്കാനല്ല പറയണേ. ഇതിന്റെ നിർമ്മാണം നടക്കുമ്പോൾ നികുതി ഇനത്തിൽ സംസ്ഥാനത്തിന് കിട്ടാവുന്ന 450 കോടി രൂപ സംസ്ഥാനം ഒഴിവാക്കി കൊടുക്കാൻ, അത് ഒഴിവാക്കി കൊടുക്കാനായിട്ട് കേന്ദ്രം പറഞ്ഞു. അതിൽ തീരുമാനമെടുക്കാൻ ഏതാണ്ട് 1.5 വർഷക്കാലം അവർ വെച്ചുകൊണ്ടിരുന്നു. ഞാൻ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. അതായത് ഈ സംസ്ഥാനത്തിന് കിട്ടാവുന്ന വരുമാനമായ 450 കോടി ഒഴിവാക്കിയിട്ടാണ് തീരുമാനമെടുത്തത്. അപ്പോഴത്തേക്കും എന്തായി? ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാലാവധി എല്ലാം കഴിഞ്ഞു. ലാൻഡ് അക്വിസിഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ലാൻഡ് അക്വിസിഷൻ നടത്തേണ്ടത് സംസ്ഥാന ഗവൺമെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആവശ്യത്തിന് സർവേയർമാരെ വെക്കാനോ ഇത് ഭൂമി ഏറ്റെടുക്കാനോ ഒന്നും കഴിയാതെ അവസാനം അതിന്റെ കാലാവധി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ പുതുക്കണം. സെയിം സിറ്റുവേഷൻ ഗിഫ്റ്റ് സിറ്റി, വലിയ കൊട്ടിഘോഷിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാണ് ഇതൊക്കെ. ഗിഫ്റ്റ് സിറ്റി കൊണ്ടുവരുന്നു. എന്തെല്ലാം കോലാഹലമായിരുന്നു അങ്കമാലിയില്. ഇവിടെ ഇന്ന് വരും നാളെ വരും. ആളുകളോട് പറഞ്ഞ് നിങ്ങളെല്ലാം ആളുകളൊക്കെ അവിടെ നിരവധി സ്ഥാപനങ്ങൾ നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥാപനങ്ങളൊക്കെ ആളുകൾ നിർത്തി. ഏതാണ്ട് 100 കണക്കിന് ആളുകൾ ജോലി ചെയ്തിരുന്ന ഒരു പ്രദേശമായിരുന്നു. നിരവധി സ്ഥാപനങ്ങൾ അവിടെ, മൈദ കമ്പനികൾ, മറ്റ് സ്റ്റീലിന്റെ ഒക്കെ സ്റ്റൂള് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ മറ്റ് പാറമട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന മേഖലയാണ്. ആളുകൾ വിചാരിച്ചു ഇതേ ഉടനെ അടുത്ത ആഴ്ച പണം കിട്ടാൻ പോവല്ലേ, പരിപാടിയൊക്കെ നിർത്തി ആളുകൾ പോയി. 6 വർഷം കഴിഞ്ഞു, 1 സെന്റ് ഭൂമി എടുത്തിട്ടില്ല. പറയുമ്പോൾ കിഫ്ബി പ്രഖ്യാപിച്ചിട്ടുണ്ട്, മറ്റേ പണം കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. അതാ ഞാൻ പറഞ്ഞ എല്ലാം പത്രത്തിലുണ്ട്, പാത്രത്തിലൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മുടെ ഈ സെഗ്മെന്റിലെ ഒരു അവസാനത്തെ ചോദ്യമാണ്. ഇപ്പോൾ അടുത്ത മാസം ഇലക്ഷൻ വരാൻ പോവാണ്. ഈ ദിവസങ്ങളിൽ തന്നെ ഇലക്ഷൻ ഇതൊക്കെ വരാൻ ഡേറ്റൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അടുത്ത ഒരു 3-ാം ടൈമിലേക്ക് ഇവിടുത്തെ അങ്കമാലിയിലെ സ്ഥാനാർത്ഥി റോജി എം ജോൺ ആയിരിക്കുമോ? അത് പാർട്ടി തീരുമാനിക്കും. ഞങ്ങളൊക്കെ പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകരാണ്. നമ്മളൊന്നും പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് പോകാത്ത ആളുകളാണ്. കാരണം വ്യക്തികളെക്കാൾ ഉപരി പാർട്ടിയാണ് വലുത്. നാളെ പാർട്ടി പറയുകയാണ് റോജി എം ജോൺ ഇവിടെ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ, റോജി എം ജോൺ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണോ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി റോജി എം ജോൺ ഉണ്ടാവും. അതാണ്. അപ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ MLA എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കിനി പാർട്ടി അവസരം തരുവോ തരാതിരിക്കുക, അതൊക്കെ പാർട്ടി തീരുമാനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായും അതൊക്കെ പാർട്ടി എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ഏത് സ്ഥാനാർത്ഥിയെ
കോൺഗ്രസ് പാർട്ടി UDFന്റെ സ്ഥാനാർത്ഥിയായി അങ്കമാലിയിൽ നിർത്തിയാലും വലിയ ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി അങ്കമാലിയിൽ വിജയിക്കും. ഇനി നമ്മുടെ റാപ്പിഡ് റൗണ്ടാണ്. അപ്പോൾ നമ്മുടെ റാപ്പിഡ് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യമാണ്, ഫേവറേറ്റ് പ്രൈം മിനിസ്റ്റർ? ജവഹർലാൽ നെഹ്റു. ഫേവറേറ്റ് CM? K. കരുണാകരൻ. ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ? സച്ചിൻ തെണ്ടുൽക്കർ. വേൾഡ് കപ്പ് കളിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടീം? ഫുട്ബോൾ അർജന്റീന. ഏറ്റവും ബെസ്റ്റ് ഇഷ്ടപ്പെടുന്ന പ്ലെയർ ആരാണ് ഫുട്ബോളിൽ? മെസ്സി. ക്രിക്കറ്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണ്? സച്ചിനാണ്. നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? മമ്മൂട്ടിനെ മോഹൻലാലിനെയൊക്കെ ഇഷ്ടമാണ്. രണ്ടുപേരും അതങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. ലാലേട്ടനും മമ്മൂക്കിനെ ഒരേപോലെ ഇഷ്ടമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് ജനവിചാരം, പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ ഒരു പുതിയ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ചാനല് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ എല്ലാ MLA-മാരെയും ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അതിനുശേഷം നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവും. അവർക്കൊക്കെ എന്താണ് പറയാനുള്ളത്, ജനങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് അവർ ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. അതുപോലെ നമ്മളൊരു ജനങ്ങളുടെ ഇടയിൽ ചെന്നിട്ട് ഒരു ചർച്ച നടത്തുന്നുണ്ടാവും, ഓരോ റെസിഡൻഷ്യൽ ഏരിയയിൽ ചെന്നിട്ട്. അപ്പോൾ ഇങ്ങനൊരു ഇന്റർവ്യൂ ചെയ്യാൻ ഇങ്ങനെ ഒരു അവസരം തന്ന സാറിനോടുള്ള നന്ദിയും കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു. അപ്പൊ എന്തായാലും ജനവികാരത്തിന്റെ ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യത്തെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം.